ഇന്നെനിക്കങ്ങനെ വലിയ താല്പര്യമില്ലാത്തൊരു ദിവസമാണ് കേട്ടോ തുടങ്ങിയത്. കാരണം രാവിലെ എഴുന്നേൽക്കേണ്ടി വന്നു. ട്യൂഷന് പോകണമായിരുന്നു. ചിഞ്ചുവേട്ടന് നേരത്തെ പോകണമായിരുന്നു. അങ്ങനെ ട്യൂഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു. ഇന്ന് ഇഡ്ഡലി സാമ്പാറും കേട്ടോ. പണ്ട് എനിക്ക് ഒട്ടും ഇഷ്ടമല്ലാത്തതും എന്നാലിപ്പോൾ ഭയങ്കര ഇഷ്ടമായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഇഡ്ഡലി സാമ്പാർ. ഇപ്പോൾ ഞാൻ എത്ര വേണേലും ഇഡ്ഡലി കഴിച്ചോളൂ കേട്ടോ. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു. ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത് എൻ്റെ കോലമാകെ മാറിപ്പോയിട്ടുണ്ട്. സാരമില്ല, ശരിയാക്കാം. കാപ്പിരിയായിട്ടുണ്ട് മുടിയൊക്കെ. ഈ മുടിയൊക്കെ ഒന്ന് നിവർത്തി ഒന്ന് സ്റ്റൈലാവണം. കുറച്ച് സമയമെടുക്കും, എന്നാലും കുഴപ്പമില്ല, തിരുമ്പി വന്നിടുവേ. അങ്ങനെ ഞാൻ എന്നെ തന്നെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ഉച്ചക്കത്തേക്കുള്ള പരിപാടി സ്റ്റാർട്ട് ചെയ്തു. മെഴുക്കുവരട്ടി ഉണ്ടാക്കി. പിന്നെ നമുക്ക് മീൻ വറുത്തയുണ്ടായിരുന്നു കേട്ടോ. അമ്മയൊന്നും വീട്ടിലില്ലായിരുന്നു. അമ്മ രാവിലെ പോയെങ്കിലും നല്ല ചൂട് ഇഡ്ഡലി സാമ്പാറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടാട്ടോ പോയത്. നല്ല മടി, എന്തോ ചെയ്യും, സമയമാവണു. എനിക്ക് പോകാൻ വയ്യ. പോവാം. ചില ദിവസങ്ങൾ ഇങ്ങനെയാണ്. വെളുപ്പിന് എഴുന്നേറ്റുകൊണ്ട് തന്നെ എനിക്ക് നല്ല മടിയും ക്ഷീണവും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എന്നാലും റെഡിയായി ഞാൻ എന്നെ തന്നെ സെറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ജോലിയോട് എത്ര ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞാലും ചില ദിവസം നമുക്ക് മടിയുണ്ടാകും. സ്വാഭാവികം, കുഴപ്പമില്ല. എത്ര ദേഷ്യം ഉണ്ടെങ്കിലും മടുപ്പുണ്ടെങ്കിലും വയ്യാഴിക ഉണ്ടെങ്കിലും ഞാൻ എന്നെ അങ്ങ് വല്ലാതെ മോട്ടിവേറ്റ് ചെയ്യിക്കും കേട്ടോ. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ കോട്ടും കൗണും ഒക്കെ ഇട്ട് നേരെ നമ്മൾ കോടതിയിൽ കയറി. ഇന്ന് എനിക്ക് സബ് കോടതിയിലായിരുന്നു മാറ്റർ. റെപ്രസെൻറ്റേഷനൊക്കെ കഴിഞ്ഞ് താഴെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് പണിയുണ്ടായിരുന്നു. ഇന്ന് എന്തൊക്കെയാണ് ചെയ്തതെന്ന് എനിക്ക് തീരെ ഓർമ്മയില്ല. വല്ലാത്തൊരു ടയറിങ് ഡേ ആയിരുന്നു. എല്ലാം കൂടെ മിക്സായി കുളമായി. ഒന്നാമത് എനിക്ക് വയ്യ, അതിൻ്റെയും കൂടെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വല്ലാണ്ട് തലവേദന എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിച്ചു. ബിക്കോസ് എനിക്ക് ഭയങ്കര വിശപ്പാണ്. ഇപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കാറേ ഇല്ല. അങ്ങനെ ആരും ഇല്ലായിരുന്നു. ഒറ്റയ്ക്കാണ് ഫുഡൊക്കെ ഇന്ന് കഴിച്ചത്. അത് കഴിച്ച് കഴിഞ്ഞപ്പോഴാണ് ജിൻഷോൻ എനിക്ക് ഒരു പൊതി കൊണ്ട് തന്നത് കേട്ടോ. ജിൻഷോൻ്റെ കൂടെ കസ്റ്റമർ ഉള്ളത് കൊണ്ട് ഇതുവഴി വരുമോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. പക്ഷേ കസ്റ്റമറുമായിട്ട് വന്നു. രാവിലെ അമ്പലത്തിൽ പോയതിൻ്റെ പ്രസാദമൊക്കെ എനിക്ക് തരാനായിട്ടാണ് വന്നത്. മണ്ണാറശാലയിൽ ഉണ്ണിയപ്പവും പ്രസാദവും. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനമാണിത്, ബോളി. അപ്പോൾ ഞാൻ വൈകുന്നേരം വീട്ടിൽ വരുമ്പോൾ തന്നാൽ മതി, പക്ഷേ അത്രയും നേരം അതിന് മുമ്പ് ഞാൻ കഴിച്ചോട്ടെ എന്ന് വിചാരിച്ച് കൊണ്ട് തന്നെയായിരിക്കും പാവം. അങ്ങനെ ഇത് കണ്ടോ, ഇത് ജിൻഷോൻ്റെ കൂടെ ഉണ്ടായിരുന്ന കസ്റ്റമർ ഒരു ചേച്ചി എനിക്ക് വേണ്ടി കൊണ്ടുതന്ന കുപ്പിയോള കേട്ടോ. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം അവരെന്നെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഞാൻ ഒരുപാട് സ്നേഹിക്കുകയും എന്നെ ഒരുപാട് സ്നേഹിക്കണം, പരിഗണിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന പലരും ഇന്ന് ഞാൻ ചത്തോന്ന് പോലും തിരിഞ്ഞു നോക്കാറില്ല. അവരുടെയൊക്കെ ഇടയിൽ ഇന്നേ വരെ എന്നെ കാണാത്തതിനെക്കുറിച്ച് ഒന്നും അറിയാത്ത ജിൻചേട്ടൻ പറഞ്ഞു മാത്രം അറിവുള്ള ആ ചേച്ചിയുടെ സ്നേഹം കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇങ്ങനെയുള്ള ആളുകളുണ്ടല്ലേ നമ്മുടെ നാട്ടിൽ. എന്തായാലും ആ ചേച്ചിയോട് ഒരുപാട് സ്നേഹം മാത്രം. കിട്ടിയ പാടെ ഒരു ബോളിയൊക്കെ ഞാൻ അകത്താക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവിടെ എന്താ നടന്നതെന്ന് എനിക്കറിയില്ല. ഒരു യുദ്ധമായിരുന്നു. എനിക്ക് ഒരുപാട് പണിയുണ്ടായിരുന്നു. എനിക്കെല്ലാം കൂടെ കയറിയിട്ട് ഭയങ്കര ഭ്രാന്ത് പിടിച്ചൊരു ദിവസമായിരുന്നു കേട്ടോ. ഇന്ന് ഞാൻ പതിവിലും വരുന്നതിൽ ലേറ്റായിട്ടാണ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ എൻ്റെ പവർ ഓഫായി. ഇനി ഒന്നിനും കൊള്ളൂല, നേരെ ബെഡിലേക്ക്. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ, സലാം.